കേരള പോലീസ് പലതരത്തിലുള്ള ക്രൂരതകൾ, ഇപ്പം നേരത്തെ അനന്തൻ പറഞ്ഞതുപോലെ സീരിയൽ കില്ലേഴ്സിനൊക്കെ കണ്ട് പരിചയമുള്ള ആളുകളാണ് കേരള പോലീസിലുള്ള ഉദ്യോഗസ്ഥർ. അവർ പോലും ഞെട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത ഒന്ന് ആലോചിച്ച് നോക്കൂ അനന്തൻ. തീർച്ചയായിട്ടും ആര്യ, ഇതിനകത്ത് ഇനി അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ മോട്ടീവ് തന്നെയാണ്. ഇവരുടെ എന്തിനാണ് ഇവർ ഈ യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്ത് ഈ രീതിയിലുള്ള ക്രൂരമായ ഭേദ്യത്തിന് വിധേയമാക്കിയത്. അപ്പോൾ ഈ യുവാക്കൾക്ക് ഈ രണ്ടുപേർക്കും ഇതിൽ ഒരാൾക്ക് ഈ ജയേഷുമായി മുൻപരിചയമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ആലപ്പുഴ സ്വദേശിക്ക് ഈ ജയേഷുമായി എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ രശ്മിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, മുൻ സൗഹൃദമുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ ഈ രണ്ടുപേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടത്തിയ അറ്റാക്കാണോ, അതല്ല ഇതിനു മുൻപും ഇതേപോലെ ആരെങ്കിലും ട്രാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ആക്രമണത്തിന് വിധേയമാക്കി പറഞ്ഞു വിട്ടിട്ടുണ്ടോ, ആ നാണക്കേട് കൊണ്ട് അവർ പുറത്തു വരാതെ ഇരിക്കുന്നതാണോ, നേരത്തെ ഈ റാന്നി സ്വദേശി പറഞ്ഞതുപോലെ ആശുപത്രിയിൽ പോയി മറ്റെന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞ് തൽക്കാലം പരിക്കുകളൊക്കെ ഭേദമാക്കി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വിശദമായൊരു അന്വേഷണത്തിനാണ് ഈ പോലീസ് നീങ്ങുന്നത്. ഇത് സംബന്ധിച്ച് എസ് പിക്കും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ, അതായത് മുതിർന്ന ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അവരതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ഇഞ്ച് പോലും വിട്ടുകളയാതെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിക്ടിംസ് ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ആര്യ, അതായത് കൂടുതൽ വിക്ടിംസ്, അനന്തൻ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഈ റാന്നി സ്വദേശിയായ യുവാവ് പോലും തനിക്ക് താൻ നേരിട്ട അതിക്രൂരമായ പീഡനത്തിന്റെ വിവരങ്ങൾ പോലീസിനോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇതിന് കൂടുതൽ ഇരകൾ ഉണ്ടെങ്കിലും ഒരു പക്ഷേ അവരും ഇതുപോലെ പണം പോയി മർദ്ദനമേറ്റു. പക്ഷെ അതിനപ്പുറം അവർക്കും കുടുംബമുണ്ട്. ആ കുടുംബത്തിന് മുന്നിൽ കുടുംബത്തിന് വലിയ നാണക്കേടാവും ഈ പേര് വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ, പരാതിയുമായി പോയാൽ. അതുകൊണ്ട് അത് ഭയന്ന് പരാതിയുമായി പോകാത്ത കുറേ ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുണ്ടായേക്കാം. അപ്പോൾ ഇത് ജയേഷിന്റെയും രശ്മിയും ഇത് എത്ര കാലമായി ഈ പണി തുടങ്ങിയിട്ട്, ഈ സൈക്കോ പീഡനം തുടങ്ങിയിട്ട് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അതുകൂടി എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. പോലീസ് വരെ ഞെട്ടിയ ദൃശ്യങ്ങളാണ് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. പോലീസ് ജീപ്പിൽ അവർ വൈദ്യപരിശോധനയ്ക്ക് ഈ ജയേഷിനെയും രശ്മിയെയും കൊണ്ടുപോകുന്നതാണ്. പത്തനംതിട്ടയിലാണ് ഈ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ യുവാക്കളെ കെട്ടിത്തൂക്കി അതിക്രൂരമായി മർദ്ദിച്ചത്. ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചതുൾപ്പെടെ യുവാക്കൾ നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരമായ പീഡനമാണ്.